കണ്ണൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വയ്ക്കുന്ന LDFന്റെ കണ്ണൂർ മണ്ഡലം പ്രകടന പത്രിക പുറത്തിറക്കി. പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചതിന് ശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. കണ്ണൂർ വിമാനത്താവള വികസനം, റെയിൽവേ വികസനം തുടങ്ങി എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ് പ്രകടന പത്രിക. നവകേരള വികസനത്തിനൊപ്പം മുന്നേറട്ടെ നമ്മുടെ കണ്ണൂർ എന്ന ആശയമാണ് പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് അവകാശപ്പെട്ട പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഇടപെടൽ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലൂടെ പദ്ധതികൾക്കുള്ള നിർദ്ദേശവും നേതൃത്വവും, ബഹുജന താൽപര്യം മുൻനിർത്തിയുള്ള വികസന ക്ഷേമകാര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുമെന്നാണ് വാഗ്ദാനം. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവിക്കായുള്ള ശ്രമം ഉൾപ്പെടെ വിമാനത്താവള വികസന കാര്യങ്ങൾ, അഴീക്കൽ തുറമുഖ വികസനം, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 4ാം പ്ലാറ്റ്ഫോം ഉൾപ്പെടെ റെയിൽവേ വികസനം, IT വികസനം, കൈത്തറി എക്സിബിഷൻ സെന്റർ, ടൂറിസം വികസനം തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. കഴിഞ്ഞ 5 വർഷം കണ്ണൂർ MP ആയ K. സുധാകരൻ നാടിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പ്രകടന പത്രിക പ്രകാശനം ചെയ്തുകൊണ്ട് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ഇതിലെന്തെങ്കിലും ഒരു സംഭാവന ചെയ്ത MP ആയിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ കണ്ണൂരിൻ്റെ MP? ഈ കേരളത്തിൻ്റെ ഏത് വികസനത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ? ഇന്ത്യൻ പാർലമെൻറ്റിൽ ശബ്ദിക്കാറുണ്ടോ? ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയി ഇരിക്കാറുണ്ടോ? ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? ജനവിരുദ്ധ നയങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ലാതെ നശീകരണ വാസനയും നശീകരണ ചിന്തയും കൊണ്ട് ഈ കണ്ണൂരിൻ്റെ വികസനത്തെ മുരടിപ്പിക്കുകയാണ് അവർ ചെയ്തത്. K. സുധാകരന് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ ചോദിച്ചു. ഇപ്പോൾ മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥി K. സുധാകരനോട് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നത്, LDFന് വേണ്ടി അന്ന് ഞാൻ അവതരിപ്പിച്ചതുപോലെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ജനസമക്ഷം അവതരിപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ? CPIM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, സംസ്ഥാന സമിതി അംഗം V. ശിവദാസൻ MP, CPIM സംസ്ഥാന സമിതി അംഗവും LDF ജില്ലാ കൺവീനറുമായ N. ചന്ദ്രൻ, LDF ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.